2015 ഞാനൊരു ബൈബിൾ കോളേജ് ചെന്ന് കയറി. അവിടെ ചാപ്പൽ സർവീസ് ഉണ്ടായിരുന്നു. ഞാൻ വർഷം ലീഡ് ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ വളർന്നു വന്നത് അങ്ങ് റൂറൽ ഏരിയകളിൽ. അവിടെ എന്ന് വെച്ചാല് പാട്ടുകാർ വരും, കുറെ സോളോ പാട്ടുകളെല്ലാം കൺവെൻഷന്റെ അതേ ടിപ്പിക്കൽ കൺവെൻഷൻ രീതിയിൽ പാടി അവസാനം ഒരു സ്പീഡ് സോങ് പാടി ആരാധിച്ച് തീർക്കും. എന്നാല് ഇങ്ങനെ നിന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിൽ കയറി അങ്ങ് പോകുന്ന ടൈപ്പ് വർഷിപ്പ് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന അവിടേക്ക് ചെന്നപ്പോഴാണ്. അങ്ങനെ ഒരു ഈ ചാപ്പൽ സർവീസ് ചെയ്യണമെന്നായി. എന്റെ ടേൺ ആദ്യമായിട്ട് വന്നപ്പോൾ എന്നോട് വൈകിട്ട് 5 മണി 5:30 ചാപ്പൽ തുടങ്ങും, വർഷിപ്പ് ചെയ്ത് തുടങ്ങാൻ പറഞ്ഞു. വർഷിപ്പ് ചെയ്ത് തുടങ്ങി. പിന്നെ ആ വർഷിപ്പ് തീർന്ന് 8 മണിക്കാണ്. 6:30 തീരേണ്ട ചാപ്പൽ 8 മണിക്കാണ് തീർന്നത്. കാരണം എന്താന്ന് ചോദിച്ചാല് എന്റെ ലൈഫിൽ കർത്താവ് എന്നെ പഠിപ്പിക്കുമായിരുന്നു, എനിക്ക് ഇങ്ങനെ എന്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രാർത്ഥനയും ഈ വചനം ഞാൻ പറഞ്ഞില്ല, വചനം വെച്ച് പ്രാർത്ഥന ഞങ്ങളുടെ രാത്രി മൊത്തം. ഞങ്ങൾ പകല് കേട്ട് പഠിക്കുന്ന വചനം രാത്രി അത് വെച്ച് പ്രാർത്ഥിക്കാനിരിക്കും. ആ പ്രാർത്ഥന ഞങ്ങളുടെ ലൈഫിനകത്ത് ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങി, അനുഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങി, മാറ്റം തരാൻ തുടങ്ങി, ആള് മാറി. അതൊക്കെ ഞാൻ പിന്നെ പറയും. അപ്പൊ ഇങ്ങനെ ഉണ്ടായ ആ സമയത്ത് ആ വചനത്തിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ എല്ലാം എക്സ്പ്രഷൻ ചെയ്യാൻ ഒരു സ്റ്റേജോ അങ്ങനെ ഒരു സാഹചര്യം ഒന്നുമില്ല. പക്ഷെ ആദ്യം കിട്ടിയ സ്റ്റേജ് അതാ, ചാപ്പൽ സർവീസാണ്. കയറി നിന്നും പാട്ട് തുടങ്ങി, ദൈവസാന്നിധ്യം മൂവ് ചെയ്യാൻ തുടങ്ങി. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ കറണ്ട് അങ്ങ് പോയി. പിന്നെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ആരാണ്ട് ഒരു മെഴുകുതിരി കൊണ്ടേ കത്തിച്ചങ്ങ് വെച്ചു. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്നില്ല. ഇൻസ്ട്രുമെന്റൽ ഡ്രംസും അതുപോലെ കീബോർഡ് ഗിറ്റാർ എല്ലാം നിന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ജനത്തിന്റെ ഹൃദയത്തിൽ അത് കത്തിയിട്ട് ആർക്കും നിർത്താൻ പറ്റുന്നില്ല. എന്റെ മൈക്കിൽ കൂടെയുള്ള എന്റെ ശബ്ദവും നിന്നു. എന്റെ സൗണ്ട് പിന്നെ ആരും കേൾക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അങ്ങ് വന്നിട്ട് അവിടെ ഇരുന്നവർ മുഴുവൻ ആരാധിക്കാൻ തുടങ്ങി. ഒരുപാട് നേരം ആരാധിച്ച് അങ്ങ് പോയി. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതായിരുന്നു. എന്റെ കഴിവുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ എന്ത് നടക്കുമെന്ന് എന്നെ കാണിച്ച് തന്ന ഫസ്റ്റ് സ്റ്റേജ് അതായിരുന്നു. വർഷിപ്പ് ചെയ്ത ആദ്യത്തെ സ്റ്റേജ് അതാ, മറക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് തുടക്കം.